ഒരു സാധാരണക്കാരന് അസാധാരണമായ സംഭവവികാസങ്ങളിലേക്ക് ചേക്കേറാൻ നിരവധി മനുഷ്യരിലേക്ക് പരിധിയില്ലാതെ പ്രയോഗിക്കാൻ കാലം ഒരു അവസരം നൽകും. അർജു എന്ന വ്യക്തിക്ക് ലോക്ക്ഡൗൺ അങ്ങനെ ഒരു അവസരമായിരുന്നു. ആ ഒരു അവസരത്തിൽ കെട്ടിപ്പടുത്തതാണ് അദ്ദേഹം അർജു എന്ന ആ സാമ്രാജ്യം. അന്ന് ഏതൊരു മലയാളിയും പറയാതെ പറഞ്ഞൊരു കാര്യം, ഡൂഫ് ഇവൻ്റെയൊക്കെ ഒരു ഭാഗ്യം ഇവനെ പോലെ ഒന്നും ആവാൻ സാധിച്ചിരുന്നു എങ്കിലെന്ന്. പക്ഷേ ഇന്ന് നാം കാണുന്ന അർജു എന്ന പേരിന് ആ ഒരു പ്രതാപത്തിലെത്തുന്നതിന് മുന്നേ ഏതൊരു യൂട്യൂബറിനെ പോലെയും ആരിലും ആഴ്ന്നിറങ്ങാത്ത ഒരു കഴിഞ്ഞ കാലം ആ വ്യക്തിക്കും ഉണ്ടായിരുന്നിരിക്കണം. അർജു എന്ന പേരിനും പ്രതാപത്തിനും അപ്പുറം അർജുൻ സുന്ദരേഷൻ എന്നൊരു സാധാരണക്കാരൻ യൂട്യൂബ് കമ്മ്യൂണിറ്റിയുടെ ഏതോ ഒരു കോണിൽ തള്ളി നീക്കിക്കൊണ്ടിരുന്ന നാളുകൾ. 300 സബ്സ്ക്രൈബേഴ്സും 1000 വ്യൂസ് കിട്ടുമ്പോൾ ചെലവ് വേണമെന്ന് പറയുന്ന കൂട്ടുകാരോടുമൊപ്പം അദ്ദേഹം ഒരു സാധാരണക്കാരനെ തള്ളി നീക്കിക്കൊണ്ടിരുന്ന നാളുകൾ. അന്ന് യൂട്യൂബ് കമ്മ്യൂണിറ്റിയുടെ ഏതോ ഒരു മൂലയിൽ ഉണ്ടായിരുന്ന ആ ഒരു പേര് ഇന്ന് ഏതൊരു മലയാളിയുടെയും ജീവനായി ജീവശ്വാസമായി മാറിയിരിക്കുന്നു. ഞാൻ ഒരിക്കലും ഒരു യൂട്യൂബർ ആകണമെന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തിയായിരുന്നില്ല. ഞാനും എല്ലാവരെ പോലെയും വീഡിയോസുകൾ കാണുമായിരുന്നു, കമൻറ്റ് ചെയ്യുമായിരുന്നു. യെസ്, നമ്മൾ ഏതൊരു വ്യക്തിയെയും പോലെയും അദ്ദേഹവും യൂട്യൂബിനെ അങ്ങനെയാണ് കണ്ടിരുന്നത്. പിന്നീട് ലോക്ക്ഡൗണിൻ്റെ വിരസത മാറ്റാൻ വേണ്ടി മാത്രം ഒരാഗ്രഹം